പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കോമ്പിനേഷനും കൊടുത്ത് ദുപ്പട്ടയും ജോർജറ്റ് തന്നെ വരുന്ന ഒരു ഡിസൈനാണ് അൺസ്റ്റിച്ചിട്ടിൽ. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ പേസ്റ്റൽ ടോൺസിൽ വന്നിട്ടുള്ളതുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഡിസൈൻസ് നോക്കാം. ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൻ്റെ കൂടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഓറഞ്ച് ആൻഡ് റെഡ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഷെയ്ഡ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഓവറോൾ ആ കളർ കോമ്പിനേഷനും പാറ്റേണും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഫാബ്രിക് ഞാൻ പറഞ്ഞല്ലോ പ്യുവർ വിസ്കോസ് ജോർജറ്റും ആണ്. യോക്കിലേക്ക് ഹൈലൈറ്റിംഗ് കാന്ത എംബ്രോയിഡറിയും വന്നിട്ടുണ്ട്, മിറർ വർക്കും കൊടുത്തിട്ടുണ്ട്, ചെറിയ സീക്വൻസ് എംബ്രോയിഡറി. ഇതൊന്നെങ്കിൽ യോക്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഹെം ലൈനിലോട്ട് കൊടുത്ത് എങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് സൈഡിലോട്ട് വരുമ്പം അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ബോർഡർ വരുന്നുണ്ട്, ആ ഒരു കോമ്പിനേഷനും എല്ലാം. പിന്നെ ഇതിലോട്ടുള്ള ആ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു വേവി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ, അതും വന്നിട്ടുള്ളത് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലാണ്. ഓവറോൾ നല്ല ഡിസൈനാണ്. അതിലോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിലോട്ട് പ്രിൻറ്റിങ് എല്ലാം ആ ഒരു കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് പ്രിൻറ്റിങ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചുറ്റും ക്രോഷ്യ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ റയോൺ കോട്ടണിലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ, കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ആ ഒരു കളറ്. നല്ല കളർ കോമ്പിനേഷനാണ്. ഇതൊരു ഷെയ്ഡാണ്. അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു ഡീപ്പ് വൈനും വയലറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് ടോപ്പ്. ദുപ്പട്ട എല്ലാം സെയിം പാറ്റേൺ തന്നെ വരും. പിന്നെ ഇതിൻ്റെ ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് വരുമ്പം ബ്രിക്ക് റെഡ് ആണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ഇതുപോലെയാണ് പാറ്റേൺ. ഇതിലോട്ട് സിഗ്സാഗ് ആണ് കൊടുത്തിരിക്കുന്നത് കോമ്പിനേഷൻ. ബോട്ടം ദുപ്പട്ട എല്ലാം സെയിം തന്നെ വന്നിട്ടുണ്ട്. അടുത്ത ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലീവ് ഗ്രീൻ ആണ്. അതിൻ്റെ കൂടെ ടീൽ ഗ്രീൻ്റെ കൂടെ കോമ്പിനേഷൻ. അടുത്ത് നമ്മൾ കാണുന്നത് ഹെവി ആയിട്ടുള്ളതാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഡിസൈൻ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഓർഗാൻസ ടിഷ്യൂ ആണ്. ഫാബ്രിക് വന്നിട്ടുള്ളത് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗോഡിയൊന്നും അല്ല കേട്ടോ. ഇതുപോലെ ചെറിയൊരു ഗ്ലേസിങ് പോലെ നമ്മൾ ഇടുമ്പം ആ ചെറിയൊരു ഗ്ലേസിങ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വരും, അത്രേ ഉള്ളൂ. നെക്കിലേക്ക് ഷാർപ്പ് വീയാണ്. ചുറ്റും ആ എംബ്രോയിഡറി വന്നേക്കുന്ന കംപ്ലീറ്റ്ലി സീക്വൻസ് വർക്ക്. അത് ഈ ഒരു ഷെയ്ഡിലോട്ട് തന്നെയാണ് കോമ്പിനേഷൻ കൊടുക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ്. ഫ്രണ്ടിലെല്ലാം ചെറിയ ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട്. പിന്നെ ഇതിന് സ്ലീവ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ ഏറ്റവും എൻഡിൽ ഈ ഒരു സ്കാലപ്പിങ്ങും ആ ഒരു എംബ്രോയിഡറി വരുന്ന രീതിയിൽ തന്നെ സീക്വൻസ് വർക്കും കൂടെ നല്ല ഹെവി ആയിട്ട്. അപ്പം സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സ്ലീവിലോട്ടും കൂടെ വർക്ക് വരുമ്പോൾ നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും ഇത്. അപ്പം നമുക്കൊരു ഫംഗ്ഷൻ ഇടാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ്. കളറാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ടോണിലോട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ചുറ്റും ദുപ്പട്ട വരുമ്പോൾ സ്കാലപ്പിങ്ങും ബീഡ് വർക്കും വന്നിട്ടുണ്ട്. ഇതും കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്കായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ഓർഗാൻസ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒതുങ്ങി കിടക്കുന്ന ഓർഗാൻസ മെറ്റീരിയലാണ്. പിന്നെ ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂണാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. അടുത്ത ഷെയ്ഡ് തന്നെ വരുമ്പോൾ ഒരു റോസ് ഗോൾഡ് കളറ്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഷെയ്ഡ് നല്ല രസമായിട്ടുണ്ട്. നെക്കിലുള്ള വർക്കും ആ സീക്വൻസിൻ്റെ കളറും എല്ലാം നല്ല നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിലോട്ടും അതേപോലെ തന്നെ സെപ്പറേറ്റ് വർക്കും. ദുപ്പട്ട എല്ലാം സെയിം പാറ്റേൺ. ബോട്ടം ഷാൻറ്റൂൺ. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ ആണ്. ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ആണ്. പിന്നെ ലാസ്റ്റ് ഒരു ഷെയ്ഡും കൂടി ഉള്ളത് ഇത് ഹേദർ പേർപ്പിൾ ടോണിലോട്ട് വരും.